ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ അതേ മാർക്കറ്റിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരുപാടെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറൊക്കെ ലേറ്റായി വരാനായിട്ട്. പിന്നെ 3:30ക്കാണ് ഇട്ടത്. സാധാരണ ഇവിടെ 4:05 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തണം, 4:10. അതിൻ്റെ അങ്ങോട്ട് നേരം വൈകാറില്ല. പക്ഷേ നേരം വൈകുന്ന ദിവസങ്ങൾ 4:30, 4:35 ഇവിടെ എത്തുമ്പോൾ. പക്ഷെ എന്നാലും ഞാൻ വേഗം തന്നെ എൻ്റെ പണിയൊക്കെ തീർത്ത് ഞാനിങ്ങോട്ട് വന്നു. രാവിലത്തെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വന്നത് നന്നായി, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 4:35 ഇവിടെ എത്തുമ്പോൾ. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു രാവിലെ. സാധാരണ ചില ദിവസങ്ങളിൽ ചായ തീരൂല, ചായ അവിടെ അങ്ങനെ അവിടെ എടുക്കും ബാക്കി നേരം വൈകി വന്നാൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ചെറിയൊരു ഭാഗം തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ ഇരുന്ന് വീഡിയോ വീണ്ടും ചെയ്യാനായിട്ടിരുന്ന സമയത്ത് ഫാറൂഖ് അഷ്റഫൊക്കെ അവിടെ കിടന്ന് കമൻറ്റ് പറയുന്നുണ്ട്. അവരെ വിചാരം ഞാൻ ആരെട്ടോ ഫോണിലാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരടുത്ത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുകയാണ് എന്നൊക്കെ. അപ്പോൾ ഒരു ഹായൊക്കെ പറഞ്ഞോട്ടാ. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആളൊഴിഞ്ഞ സമയം നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണം കേട്ടോ. ചായ കുടിക്കാൻ ആരും വരാത്ത സമയം നോക്കിയിട്ട്. അതാകുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ആളുടെ പോയിട്ട് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളൊരു പരിചയമൊന്നും ആയിട്ടില്ല എനിക്ക്. പിന്നെ ഇങ്ങനെ വോയിസ് കൊടുക്കാണ്ട് ചുമ്മാ വീഡിയോ എടുത്ത് വയ്ക്കുക. അതിനുശേഷം പിന്നെ വോയിസ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞാനൊരു 7 മണി 7:10 ആയപ്പോൾ ചായയും കൊണ്ട് ദേ ഉള്ളോട്ട് വന്നു. ഇവിടെ ഇപ്പോൾ ഒരു 3-4 പേർക്ക് ഞാൻ സ്ഥിരമായിട്ട് ചായ കൊടുക്കണ്ട. ഇവിടെ ഞാൻ ആദ്യം ചായ കൊടുത്തിരുന്നില്ല, ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ തലയും മീനിൻ്റെ പനിഞ്ഞീനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മീനിൻ്റെ തല ഇടയ്ക്ക് ഒരു പുതിയ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അവർ തന്നെ നമുക്ക് കട്ട് ചെയ്തൊക്കെ തരും. മുറിച്ച് തരാൻ പൈസ വേറെ മേടിക്കാറില്ല കേട്ടോ. പിന്നെ മക്കൾ കഴിക്കില്ല, അപ്പോൾ എപ്പോഴെങ്കിലും വാങ്ങാറുള്ളൂ. അങ്ങനെ ഞാൻ തന്നെ ഇവിടെയൊക്കെ ചായ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ പിന്നെ പൈസ വാങ്ങാനായിട്ട് രണ്ടാമത് വന്നിങ്ങനെ പോകല. അപ്പോൾ ഞാൻ അങ്ങനെ ഫോണും പിടിച്ചൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക കാണുമ്പോൾ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇന്ന് ചായ ഇല്ലേ, ഇന്ന് ലീവാണോ എന്നൊക്കെ. അങ്ങനെയല്ല, ഞാനിവിടെ ഫസ്റ്റ് ചായ കൊടുക്കും, എന്നിട്ട് ഞാൻ പോകും. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വന്ന് പൈസ പിന്നെയാണ് ഞാൻ മേടിക്കാറ് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ പൈസ വാങ്ങാൻ വരുമ്പോൾ ചായ ഫ്ലാസ്കിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫ്ലാസ്ക് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലാസ്ക് ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് ഇവർ പിന്നെ ചോദിക്കുക. പിന്നെ ഫോണും പിടിച്ച് നടക്കുമ്പോൾ എന്തായാലും ചോദിക്കുമല്ലോ. മറ്റേത് നമ്മൾ ചായയും കൊണ്ട് ഇങ്ങനെ നടക്കല്ലേ, അപ്പോൾ അത് കാണാണ്ടാകുമ്പോൾ ചോദിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടേക്ക് അങ്ങനെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിങ്ങനെ ഫോണായിട്ട് ഇങ്ങനെ നടക്കണം കേട്ടോ, ഓരോ ഭാഗം കാണിച്ചും കൊണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട് എന്താ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ. കുറേ പേർക്കൊന്നും അറിയില്ല കേട്ടോ, കുറച്ച് പേർക്കൊക്കെ അറിയുകയും ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് വന്നിട്ട് ഇനി പച്ചക്കറി കടയിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. അവരവിടെ നിന്ന് 2 ചായ സ്ഥിരമായിട്ട് കുടിക്കും പച്ചക്കറി കടയിൽ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് പോവലാണ് പതിവ് കേട്ടോ. 2 ചായ എന്ന് പറയുമ്പോൾ 20 രൂപ ഉണ്ടാവും. ഇത് നമ്മുടെ ബാബേട്ടനാണ് ഈ ചുവപ്പ് ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത്. ബാബേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആൾ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് ചോദിക്കും 20 രൂപയ്ക്ക് വാങ്ങുമ്പോൾ അത് മതിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും 20 രൂപയ്ക്കല്ലേ ചായ വാങ്ങിയുള്ളൂ, കൂടുതൽ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ അതുപോലെ ചായയും കടിയൊക്കെ തോനെ വാങ്ങി കഴിക്കണം എന്ന് പറയും വെറുതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തേലും 10 രൂപയ്ക്ക് സവാള, 10 രൂപയ്ക്ക് തക്കാളി, ഇനിയിപ്പോൾ പിറ്റേ ദിവസം അതുപോലെ ആണെങ്കിൽ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഇഞ്ചി മേടിക്കും. ഇഞ്ചി മേടിക്കേണ്ട ദിവസം 20 രൂപയ്ക്ക് ഇഞ്ചി മാത്രം മേടിക്കും. അതല്ലാത്ത പിന്നെ അങ്ങനെ ഓരോ ദിവസങ്ങൾ മാറ്റി മാറ്റി മേടിക്കും. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, അതുപോലെ വെണ്ടപ്പേരി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാറ്റി മാറ്റി മേടിക്കും. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ പൈസ ഒന്നും വേറെ കൊടുക്കണ്ടല്ലോ. പിന്നെ വീട്ടിലാണെങ്കിൽ സാധനങ്ങൾ അങ്ങനെ തീരെയില്ല. പിന്നെ ഇവിടെ എല്ലാവരും അറിയണവരായതുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോവുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോയിൽ എന്നെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണല്ലോ. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടാകും. ഞാൻ എത്ര ഹാപ്പി ആയിട്ടാണ് ഇവിടെ നടക്കണേന്നുള്ളത് സത്യമായിട്ടാണ്. ഞാനിവിടെ മാർക്കറ്റിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്കിപ്പോൾ എന്തിനേലും കുറിച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ടൈം തരാറില്ല. അതൊക്കെ ഇവിടെയുള്ള ഇവരുള്ളത് കൊണ്ടാണ്. എല്ലാവരും ഭയങ്കര അത്രയും കമ്പനിയാണ്. ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണെങ്കിൽ എന്താ മോളെ, എന്താ ടെൻഷൻ, എന്തിനാ ടെൻഷൻ അടിക്കുകയെന്നൊക്കെ ചോദിക്കും.
അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള ടൈമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 5ാമത്തെ വർഷമാണ്. എല്ലാവരും അത്രയും കമ്പനിയാണ്, ഭയങ്കര ഒരു ഹാപ്പി മൂഡാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ആലിക്കയാണ്. ആലിക്ക് പറഞ്ഞ പോലെ സപ്പോർട്ടാണ്. ഞാൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ആണ് കാര്യമായിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ പെട്ടി നിരക്കണ ശബ്ദവും ആളുകളുടെ ബഹളവും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു വോയിസിൽ കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര ബഹളവും കാര്യമൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകം ശബ്ദം കൊടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആലിക്കനായിട്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഡെയിലി ഞാനിങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും. ചില ആൾക്കാരുടെ അടുത്ത് മാത്രം ഞാൻ അങ്ങനെ ഓവർ സംസാരിക്കുക അല്ലെങ്കിൽ കുറേ ചിരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്നാൽ ഒട്ടുമിക്ക ആളുകളായിട്ടും ചിരിക്കുകയും കുറേ വർത്തമാനം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ 2 പേര് സ്ഥിരമായിട്ട് ഹോർലിക്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫ്ലാസ്ക് ഉണ്ട് എൻ്റെ അടുത്ത്. അതിൽ ഞാൻ ഒരു 4 ചായ കൊള്ളുന്ന ഒരു ഫ്ലാസ്ക്കാണ്. പക്ഷേ ഹോർലിക്സ് ആകുമ്പോൾ ഗ്ലാസ് വലിയ ഗ്ലാസ്സാണ്. ഒരു ഗ്ലാസ് ഹോർലിക്സിന് 20 രൂപയായിട്ടാണ് മേടിക്കണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് 2 ആൾ കുടിക്കണില്ല, ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഹോർലിക്സ് കഴിക്കാറ്. അപ്പോൾ ഞാൻ ആ ഒരു ഹോർലിക്സ് കൊടുക്കാൻ സമയമായി ഒരു 8 മണി കഴിയുമ്പോഴാണ് ഞാൻ ഡെയിലി കൊടുക്കാറ്. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ ഞാൻ ഹോർലിക്സ് എടുക്കുകയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് തേങ്ങാബന്നാണുള്ളത്. തേങ്ങാബന്ന് ചിലപ്പോൾ കിട്ടാറില്ല കേട്ടോ. നമ്മളിവിടെ ബേക്കറിയിൽ നിന്ന് മേടിക്കണതാണ്. അത് ഒരു 5-6 പീസ് ചിലപ്പോൾ ആക്കും. അങ്ങനെ ഒരു പീസിന് 10 രൂപ വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങാബന്നാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാബന്ന്. അപ്പോൾ ഉള്ളപ്പോൾ അത് കൊടുക്കും. അതില്ലാത്തപ്പോൾ ഹോർലിക്സിൻ്റെ കൂടെ ഞാൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് എന്താണോ പത്തിരിയോ അല്ലെങ്കിൽ ബോണ്ടയോ പഴംപൊരിയോ എന്തെങ്കിലും ഒരു കടി വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അവർക്ക് നല്ല ചായ ബാക്കി ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് അപ്പുറത്തെ കടയിൽ പോയിട്ട് കടികൾ എന്തെങ്കിലും ഒരു 4-5 കടികൾ മേടിക്കുന്നുണ്ട്. ആ പൈസ കുറച്ചൊന്നും തരാറില്ല അവർ, 10 രൂപ തന്നെ മേടിക്കും. പക്ഷേ ചായ തീരുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കടി വാങ്ങിയിട്ട് ആ ചായയുടെ കൂടെ അത് അങ്ങോട്ട് കൊടുക്കും. കടിയുമ്പോൾ ലാഭമില്ലെങ്കിലും ചായ ബാക്കിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഹോർലിക്സിൻ്റെ കൂടെ നമുക്ക് തേങ്ങാബന്നാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് കൊടുക്കണ ഒരു തിരക്കിലാണ്. പിന്നെ വേറെ എന്തെന്നാ, ഇപ്പം മഴയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ചളി വിളിയായിട്ടുള്ളൊരു സംഭവമൊന്നുമില്ല, തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോഴേ വിയർപ്പിൻ്റെ ഇതാകുമ്പോഴാന്ന് തോന്നുന്നു ചെറിയൊരു ശ്വാസം മുട്ട്, ഒരു കിതപ്പൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ തണുപ്പും കാലാവസ്ഥ ഒന്നും അല്ലെങ്കിൽ പോലും എന്താ അങ്ങനെ വരണേന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വിയർപ്പ് ഇറങ്ങിയിട്ടായിരിക്കും കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പറയാൻ മാത്രമുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനിത് കൊടുക്കാൻ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ഹോർലിക്സ് കൊണ്ടു കൊടുത്തു കേട്ടോ. ഇനി വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. മുമ്പ് 2 കൊട്ട ഇല്ലായിരുന്നു, ഒരൊറ്റ കൊട്ട ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 കൊട്ട ഞാൻ വെക്കാറുണ്ട്. ഞാൻ നിൽക്കണതിൻ്റെ ഫ്രണ്ടിലായിട്ടും ഒന്ന് ബാക്കിലായിട്ടും വെക്കും. എന്ന് വെച്ചാൽ അപ്പുറത്തുനിന്നും ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നിട്ടും കുറേ പേര് ചായ കുടിക്കും, അതുപോലെ ബാക്ക് സൈഡിൽ ഇപ്പുറം വന്നിട്ടും ചായ കുടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 ഭാഗത്തും കൊട്ട വെക്കാറുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇങ്ങനെ അവിടെ ഇവിടെയും കുടിച്ച് അവരിങ്ങനെ കുടിച്ച് അവിടെ ഇവിടെ ഇട്ട് പോകലാണ്. പിന്നീട് നമുക്ക് അവിടെ നിന്ന് കോർപ്പറേഷനിലത്തെ ചേട്ടന്മാരാരോ വന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ഇതിങ്ങനെ കവറിലാക്കിയിട്ട് കെട്ടിയിട്ട് അവിടെ ഇട്ടാൽ മതി, അപ്പോൾ അവരങ്ങനെ പോകുമ്പോൾ കൊണ്ടുവയ്ക്കോളാന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഈ ഗ്ലാസ് ഇങ്ങനെ കൈ കൊണ്ടെടുക്കാൻ ഭയങ്കര ഉറപ്പായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് അതിലൂടെയൊക്കെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, നമ്മൾ അതിലിങ്ങനെ ആയിന്ന് പറയില്ലേ, അതിലിങ്ങനെ അലിഞ്ഞു പോയി എന്ന് പറയാം, അതൊരവസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചായയല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ചിലപ്പോൾ മുട്ടത്തോട് അതല്ലെങ്കിൽ പഴം തിന്ന് കഴിഞ്ഞാൽ പഴത്തിൻ്റെ തോല കയ്യിലിട്ട് വയ്ക്കും. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് മാത്രം കെട്ടിയാൽ മതി, അതിൽ വേറെ ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊന്നും അതിലിടരുതെന്ന്. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കല, മറ്റേത് ഞാൻ ചൊരിയാറാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കൊണ്ട് കളഞ്ഞിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ ഞാൻ കവറിലാക്കിയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ടു കേട്ടോ. റോഡിൻ്റെ സൈഡിൽ അവിടെ അങ്ങനെ കൊണ്ടുപോയിട്ടു. അപ്പോൾ അവർ കോർപ്പറേഷനിലത്തെ അവരങ്ങനെ വന്ന് ഒരു 3-4 പേരെന്ന് തോന്നുന്നു അവരോട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരങ്ങനെ വേസ്റ്റൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ കൊണ്ടുപോയിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാതിരിക്കുകയാണ്. ചായ അല്ല, ഹോർലിക്സാണ്. ഞാൻ നേരത്തെ ഒരു ഹോർലിക്സ് കൊണ്ട് കൊടുത്തില്ല, അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിയാൽ ഒരു ഹോർലിക്സിന് 5 രൂപയാണ്. അപ്പോൾ 10 രൂപയ്ക്ക് ഞാൻ 2 മേടിച്ച് വയ്ക്കും. അപ്പോൾ ഒന്നങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു മധുരം കുറച്ചൊരു ഹോർലിക്സാണ് കഴിക്കുക, അതിൽ പാല് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒരു ഹോർലിക്സ് കലക്കി കുടിക്കുകയാണ്. മധുരം കുറച്ചിട്ടൊക്കെ കൂടി നല്ല ടേസ്റ്റ് തോന്നി, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ വാങ്ങിയത് പുട്ടാട്ടോ, ഗോതമ്പിൻ്റെ പുട്ടാണ്. നല്ല ടേസ്റ്റ് തോന്നി എനിക്ക് ഗോതമ്പിൻ്റെ പുട്ട്. പിന്നെ പൊതുവേ നമ്മൾ ഉണ്ടാക്കണല്ലാണ്ട് വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയത് വാങ്ങി കഴിക്കുമ്പോൾ നമുക്കൊരു വേറൊരു ടേസ്റ്റാണല്ലോ. നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ടേസ്റ്റാണല്ലോ നമ്മളെന്നും അറിയാം. അപ്പോൾ അതല്ലാതെ വേറെ കഴിക്കുമ്പോൾ പിന്നെ എനിക്ക് പൊതുവേ ചൂടുള്ളതുപോലെ പുട്ട്, പൊറോട്ട, ചപ്പാത്തി, പൂരി
പൂരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കറിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒരു കഷ്ണമൊക്കെ ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ പുലർച്ചെ ഞാൻ ഡെയിലി ചായ കുടിക്കും. ഒരു 4:30 4:45 ആകുമ്പോഴത്തേക്കും ഒരു ചായ, ഒരു കടി, എന്തെങ്കിലും കോഴിമുട്ടയോ പത്തിരിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല നമ്മളിങ്ങനെ ഓടി നടക്കല്ലേ, ചായയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കല്ലേ, പിന്നെ പൈസ വാങ്ങാൻ വേറെ പോകണം, അങ്ങനെയൊക്കെ ആയിട്ട് നടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 4:30 4:45 ആകുമ്പോൾ ചായ കുടിക്കും. പിന്നീട് ഈ പോകാൻ നേരത്ത്, വീട്ടിലേക്ക് വരാൻ നേരത്തുള്ള ഈ ഒരു കുടി, ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വിചാരിക്കും ഞാൻ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ, എന്തായാലും വീട്ടിൽ പോകല്ലേ എന്ന്. ചിലപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ, വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ വീടെത്തണമെങ്കിലുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയം വരെ കാത്തുക്കാനുള്ള ക്ഷമയില്ലാണ്ടാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങി സമാധാനമായിട്ട് വണ്ടിയിലിരുന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനിത് ശരിക്കും പറഞ്ഞാലേ 3 പ്രാവശ്യം ഞാൻ പകുതിയായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഉറക്കത്തിലാണ് സംസാരിച്ചും കൊണ്ടിരിക്കണത്. വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോകും. പിന്നെ എൻ്റെ സംസാരം മൊത്തം ഉറക്കത്തിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നിർത്തി വയ്ക്കും, വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ഇതുപോലെ ഉറക്കത്തിലായിരിക്കും സംസാരിക്കുക. അങ്ങനെയായിട്ട് ഇന്നാണ് ഞാനിപ്പോൾ ഞായറാഴ്ച വീഡിയോ എഡിറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇത് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ലേറ്റ് ആവല്ലേ ചെയ്യണത്. വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ എടുത്തത് എഡിറ്റ് ചെയ്തതാണ്, സമയം ഒട്ടും കിട്ടണില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ടൈമും വണ്ടി എടുത്ത് ഓടലാണ്. ചായക്കച്ചവടം കഴിഞ്ഞ് പിന്നെ വീണ്ടും ചിലപ്പോൾ അപ്പം തന്നെ മാറ്റിപ്പിടിച്ച് വണ്ടി എടുത്ത് ഓടാൻ പോകും. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലൊരു 12 മണിയാകുമ്പോഴത്തേക്കും കയറി വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി 1 മണിയാകുമ്പോഴത്തേക്കും നന്ദുവിന് ഫുഡായിട്ട് പോകും. നന്ദുവിന് 1 മണിക്ക് ഫുഡ് അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ അതേപടി തന്നെ വീണ്ടും വണ്ടി എടുത്ത് ഓടാൻ പോകും. പിന്നെ ഒരു 4 മണി 4:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും, ചായക്കുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട്. അപ്പോഴത്തേക്കും മക്കൾ 2 സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് വീണ്ടും ഞാൻ വണ്ടി എടുത്തിറങ്ങും. അപ്പോഴത്തേക്കും ഒരു 5 മണി, ചിലപ്പോൾ 5:30 ഒക്കെ ആവും. അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 9:30 ചിലപ്പോൾ 9 മണി വരെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് ചിലപ്പോൾ 9:30 വീട്ടിൽ കയറും, ഇല്ലെങ്കിൽ ചിലപ്പോൾ 10 മണിക്ക് ആവും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഡെയിലി എൻ്റെ ഒരു ദിവസം പോണത്. എനിക്ക് ഒട്ടും സമയമാണ് എനിക്ക് കിട്ടാത്തത്. രാവിലെ ഈ ഒരു ചായ ഉണ്ടാക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലോക്ക് എങ്ങനെ ഇത്ര സ്പീഡിൽ പോകണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു കണക്കിന് അങ്ങനെ സമയവും ദിവസമൊക്കെ പോകുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ടെൻഷൻ അടിക്കേണ്ടല്ലോ. മറ്റേത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല, പിന്നെ നമ്മളെപ്പോഴും എൻഗേജാണ്, നല്ലതാണ് എപ്പോഴും ഇങ്ങനെ തിരക്കിലിങ്ങനെ പോണത്. പിന്നെ തടി കൂടുന്നുണ്ട്. തടി എനിക്ക് ഒട്ടും കുറയ്ക്കാൻ പറ്റണില്ല, എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പോൾ തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു സമയം കിട്ടണില്ല. ഒരു സൈക്കിൾ വാങ്ങണമെന്ന് വെച്ചിട്ട് അതിനും പറ്റിയിട്ടില്ല. സൈക്കിൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ ചവിട്ടാൻ പോയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജിമ്മിന് കയറണം. പിന്നെ പൈസ ചെറിയ റോളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുക, കയ്യിൽ പൈസ സേവിങ്സ് അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ജിമ്മിൻ്റെ ക്ലാസ്സിന് പോകണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും തടി കൂടി. എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം ഞാൻ ഇത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും കൂടി എനിക്ക് കാല് കഴക്കൽ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഹൈറ്റിനെക്കാട്ടി ഞാൻ തടി കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഈ കാല് കടച്ചിലൊക്കെ വരുന്നത്. ഇപ്പോൾ നന്നായി കാല് കടച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തടി കുറച്ചാലായിരിക്കും അതൊക്കെ ഒന്ന് മാറി കിട്ടുക. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോട്ടെ, പതിയെ അതൊക്കെ റെഡിയാക്കണം. ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് വിചാരിച്ച് നടക്കൊന്നുമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പതിയെ ശരിയായി വരട്ടെ. പിന്നെ വീഡിയോസിൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല കണ്ടൻറ്റ് വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്നാമത് സമയം കിട്ടുന്നില്ല. മറ്റേത് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു, വെറുതെങ്കിലും ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നിനൊരു മൂഡില്ല കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വീഡിയോ ചെയ്യണം. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി നമുക്കിതിൽ നിന്നൊരു വരുമാനം കിട്ടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷേ നമ്മളതിനും കൂടി കാര്യങ്ങൾ ചെയ്താലല്ലേ കിട്ടുള്ളൂ. അതാണ് നടക്കാത്തൊരു കാര്യം. പിന്നെ നോക്കാം, എന്തായാലും പതിയെ എല്ലാം ശരിയാക്കണം. പിന്നെ ഇതാണ് നമ്മുടെ അഷ്റഫ് കട. അപ്പോൾ ഞാൻ എൻ്റെ ചായയോടെയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവരെ എടുത്ത് വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ഇവരെ കടയിൽ നിന്നാണ് ഗ്ലാസ് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് അഷ്റഫ് കടയിൽ നിന്നാണ് മേടിക്കണത്. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് ചെറിയ ചായ കച്ചവടക്കാരും അതല്ലാതെ ഹോട്ടലുകാരൊക്കെ വന്ന് ചായപ്പൊടിയും പഞ്ചസാരയും അതുപോലെ ഗ്ലാസ്, പാൽപ്പൊടി, ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെ വേണ്ട ഒരുപാട് സാധനങ്ങൾ അഷ്റഫ് കടയിലുണ്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഗ്ലാസ് മിഠായി തിരിയുന്നതാണ് വാങ്ങിയിരുന്നത്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അഷ്റഫ് കടയിൽ നിന്നിട്ട് മേടിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ സ്റ്റേഷനറി കടയിലെ ചേട്ടനാണ്. അവിടെ നിന്നാണ് ഞാൻ പിന്നെ ചായപ്പൊടി ഞാൻ വാങ്ങുന്നത് സൂര്യനെല്ലി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ചായപ്പൊടിയുടെ പേര് കുറച്ചെങ്കിലൊക്കെ പഠിച്ചത്. അപ്പോൾ ചായപ്പൊടി, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്നിട്ട് മേടിക്കണത്. പിന്നെന്തെന്നാ
അപ്പോൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ കുറേ നേരം സംസാരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അഷ്റഫൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരും, നല്ല കണ്ടൻറ്റ് വീഡിയോ ഒക്കെ ചെയ്യണം, എത്രയോ ആൾക്കാർ എത്രയോ പൈസ ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബ് വഴി, നീ ചെയ്യണ വീഡിയോസ് നല്ല വീഡിയോസ് ചെയ്താലാണ് ആളുകൾ കാണുള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ പറഞ്ഞു തരും, പക്ഷെ നമുക്കത് ചെയ്തു തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിനൊന്നും ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ പിന്നെ എനിക്ക് മക്കളാണ് വീഡിയോ എടുത്തു തരുന്നത്. അത് തന്നെ കുറേ ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കണമായിരിക്കും. അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഞാനും രക്ഷപ്പെടും എന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ പിന്നെയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടായാലും വീഡിയോസൊക്കെ ചെയ്യണത് കേട്ടോ. എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, അതേപോലെ നമ്മളിങ്ങനെ അതിൽ നിന്ന് ഫേമസ് ആവാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്തോ ഞാൻ വിചാരിച്ചോടത്തേക്കൊന്നും അങ്ങോട്ട് എത്തണില്ല, എല്ലാം റെഡി ആക്കണം. പിന്നെ അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഇവരെ 2 കടയിലേക്കും ഒരുപാട് ഹോട്ടലുകാർ, ചെറിയ ചായ കച്ചവടക്കാരൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് അത്രയും ഹോട്ടലുകാരൊക്കെ പരിചയമായിട്ടുണ്ട്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്നോട് വർത്തമാനം പറയാറുണ്ട്, എപ്പോഴാണ് എവിടേക്ക് വരിക, എത്ര ചായ പോകും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ അതുപോലെ അവരെ ഹോട്ടലിലേക്കൊക്കെ ഫുഡ് കഴിക്കാൻ വരാനായിട്ട് ക്ഷണിക്കാറുണ്ട്. ഇടയ്ക്കൊന്ന് ഇറങ്ങി നമ്മുടെ കടയിലത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുമെന്ന് പറയും. ഹോട്ടലിൽ ചില ആൾക്കാർ നമ്മളെ അടുത്ത് ചായ കുടിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട്. കുറേ ദിവസമായി ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു വീഡിയോ ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താണ് അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.